ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്റ്റിച്ച് ലാബ് ബൈ അപ്പു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തമ്മിലും കണ്ട പോലെ ഒരു അടിപൊളി ഫ്രോക്കാണ് കേട്ടോ. സോ അതിൻ്റെ യോക്ക് പോർഷനിൽ ആദ്യം നമ്മൾ നെക്ക് മാർക്ക് ചെയ്യുക. 4 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്തത്. എനിക്ക് കുറച്ച് വൈഡ് നെക്ക് ആയതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്കത് 3 ഇഞ്ചോ അല്ലാന്നുണ്ടെങ്കിൽ 3.5 ഒക്കെ മാർക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഇവിടെ ലെങ്ത്ത് എടുക്കുന്നത് 11 ഇഞ്ചസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് യോക്ക് പോർഷൻ എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്, അല്ല മാർക്ക് ചെയ്യാവുന്നതാണ്. സോ ഇവിടെ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് നെക്കിൻ്റെ ഭാഗത്ത് നിന്ന് 3 ഇഞ്ച് താഴോട്ട് ആം ഹോളിനായിട്ട് മാർക്ക് ചെയ്യുക. 3 ഇഞ്ച് തന്നെയാണ് കേട്ടോ മാർക്ക് ചെയ്യേണ്ടത്. ആം ഹോളിന് എന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ലീവ് അങ്ങനെ ഒരു ടൈപ്പ് ആയതുകൊണ്ടാണ് കേട്ടോ. സോ അവിടുന്ന് 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ നീട്ടി ഒരു ലൈൻ വരച്ച് കൊടുക്കുക. ഇനി അതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് എത്രയാണോ, ഇത് ബാക്ക് പോർഷനാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. യോക്ക് പാർട്ടിന് എത്രയാണോ വീതി വേണ്ടത്, അതായത് വണ്ണം നമ്മൾ മാർക്ക് ചെയ്യുക. ആദ്യം ഞാൻ 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിന് ഇങ്ങനെ തയ്യൽ തുമ്പായിട്ട് അതായത് 2 ഇഞ്ച് കൂടി എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ടുണ്ട്. താഴെയും അതുപോലെ തന്നെ നമ്മളെ ഷേപ്പിൻ്റെ ഭാഗത്തും അവിടെ എത്രയാണോ നമ്മളുടെ വണ്ണം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കാൽക്കുലേഷനിൽ മാർക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ 7 ഇഞ്ചസാണ് എടുക്കുന്നത്. അതിനും തയ്യൽ തുമ്പ് 2 ഇഞ്ച് തന്നെയാണ് എക്സ്ട്രാ ആയിട്ട് എടുക്കുന്നത്. ഇത് നമ്മൾ ജോയിൻറ്റ് ചെയ്തിട്ട് ഒരു ലൈൻ കൂടെ വരയ്ക്കുക. പിന്നെ ഇത്രയും നാൾ വീഡിയോ ചെയ്യാതിരുന്നത് എക്സാംസ്, ഇൻറ്റേർണൽസ് അതൊക്കെ ആയിട്ടാണ് കേട്ടോ. സോ ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എങ്ങനത്തെ വീഡിയോ വേണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ദെൻ നമ്മൾ ആം ഹോളിൽ ഒരു 1 ഇഞ്ച് ആ കോണിൻ്റെ അവിടെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഒരു വളച്ച് ഇങ്ങനെ കട്ട് ചെയ്യാമെന്നാണല്ലോ ഞാൻ എപ്പോഴും പറഞ്ഞത്, മാർക്ക് ചെയ്യുക. ദെൻ ഇങ്ങനെ ഉണ്ടാകും നമ്മളുടെ ലുക്ക്. ഇനി ഇത് ഫ്രണ്ട് പോർഷനിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ബാക്ക് പോർഷൻ്റെ പോലെ തന്നെ ആം ഹോൾ മാർക്ക് ചെയ്തതിന് ശേഷം താഴ്ഭാഗത്ത് ഒരു 3 ഇഞ്ച്, അതായത് സെൻറ്ററിൽ നിന്നൊരു 3 ഇഞ്ച് അകലെ ഒരു മാർക്ക് ചെയ്യുക. ദെൻ ആ 3 ഇഞ്ചിൽ നിന്ന് നമ്മൾ മുകളിലേക്ക്, അതായത് താഴെ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് മുകളിലേക്ക് ഒരു 4 ഇഞ്ച് ആ വരയിൽ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിന് അത് തമ്മിലൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് 1 ഇഞ്ച് ആ വരയിൽ നിന്ന് 1 ഇഞ്ച് അപ്പുറത്തേക്ക് മാറ്റിയൊരു പോയിൻ്റ് ഇടുക. ദെൻ അതിൽ നിന്ന് ആ മുകൾ ഭാഗത്തേക്ക് കൂടെ ഒരു കണക്ട് ചെയ്തിട്ട് ഒരു കർവാക്കിയിട്ട് വരയ്ക്കുക. ലൈക്ക് ദിസ്. ഇങ്ങനെ നല്ലൊരു കർവാക്കിയിട്ട് വരയ്ക്കുക. നമ്മൾ പ്രിൻസസ് കട്ടിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മളിതിന് മുന്നേ ഇട്ടിരുന്നു. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ലിങ്കിൽ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും കേട്ടോ. സോ ഇനി അതും ആം ഹോളിൻ്റെ അവിടെയുള്ള കോണും തമ്മിൽ കണക്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഒരു കർവാക്കിയിട്ട് വളച്ചെടുക്കുക. ഓക്കെ. അപ്പോൾ എന്നിട്ട് നമ്മളിവിടെ നമ്മളുടെ മുകൾ ഭാഗത്തെ വണ്ണം മാർക്ക് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് 1 ഇഞ്ച് എക്സ്ട്രാ ആക്കി അല്ലെങ്കിൽ 1/2 ഇഞ്ച് എക്സ്ട്രാ ആക്കി എടുക്കുക. കാരണം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഈ പോർഷൻ, ഇത് ബാക്ക് പീസിനാണെങ്കിൽ കറക്റ്റ് നമ്മളുടെ വണ്ണം മാത്രം മാർക്ക് ചെയ്താൽ മതിയായിരുന്നു. ഫ്രണ്ട് പീസിന് ഒരു 1/2 ഇഞ്ച് കൂടി എക്സ്ട്രാ ഇട്ടിട്ട് വണ്ണം മാർക്ക് ചെയ്യുക. ദെൻ ആ കട്ട് ചെയ്ത് കളയേണ്ട ഭാഗത്ത് 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൂട്ടിയിടുകയും ചെയ്തിട്ടുണ്ട്. ദെൻ ഇപ്പോൾ നമ്മൾ ഈ യോക്ക് പോർഷൻ ഫുള്ള് ബാക്ക് പീസിൻ്റെയും ഫ്രണ്ട് പീസിൻ്റെയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ കണ്ടു നോക്കി കേട്ടോ. സിമ്പിളാണ്. യോക്ക് പോർഷൻ കട്ട് ചെയ്യുന്ന ഭാഗമാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ദെൻ ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ആദ്യം ഞാൻ ബാക്ക് പോർഷൻ്റെ ഭാഗമാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തത്. സോ അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ക്രേപ്പ് മെറ്റീരിയലാണ്, ഒരു പ്രിൻറ്റഡ് ക്രേപ്പാണ്. ദെൻ ഇത് നമ്മൾ കണ്ടോ ഫ്രണ്ട് പീസിൽ പ്രിൻസസ് കട്ട് വരുന്ന ഭാഗം ലൈനിങ്ങിൽ ചേർത്തടിച്ചു. അതുപോലെ തന്നെ ബാക്ക് പീസും ലൈനിങ്ങിലേക്ക് മറിച്ചടിച്ചിട്ടുണ്ട്. മുകൾ ഭാഗത്ത് സ്റ്റിച്ച് കാണാത്ത, അതായത് ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മളിതാ ഈ 2 പീസുകൾ, അതായത് മൊത്തത്തിൽ 3 പീസ് ഉണ്ടാവും. ഇത് 3ഉം ഇങ്ങനെ കർവിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതായത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രിൻസസ് കട്ടിന് പോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ അധികം സ്ട്രെച്ച് ചെയ്ത് പിടിച്ച് അത് വലിച്ച് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാതിരിക്കുക. ബിക്കോസ് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളതിന് ഒരുമാതിരി ഒരു ഫുള്ള് ചുളിവുകൾ വരും. ദെൻ അതിനുശേഷം നമ്മൾ 22 ഇഞ്ച്, അതായത് എൻ്റെ മൊത്തത്തിലുള്ള തുണിയുടെ വീതി 44 ഇഞ്ചാണ്. അതിന് നേർ പകുതിയാക്കി മടക്കിയിട്ടു. അതായത് ആ സൈഡിൽ ഇങ്ങനെ 22 ഇഞ്ചാക്കിയിട്ട് മടക്കിയിടുക. വീതിനെ പകുതിയാക്കി മടക്കിയിടുക. പിന്നെ ഇതിൻ്റെ നീളം വരുന്നത് എത്രയാണോ നിങ്ങൾക്ക് കൈക്ക് ലെങ്ത്ത് വേണ്ടത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ദെൻ നമ്മളുടെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ വെക്കുക. ഫ്രണ്ട് ബാക്കോ ബാക്ക് പീസോ ഏത് പോർഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. എന്നിട്ട് അത് നമ്മളുടെ മുകൾ ഭാഗത്തു നിന്ന് 1 ഇഞ്ച്, അതായത് ഈ ഫ്രോക്കിൻ്റെ നെക്ക് ഒരു 1 ഇഞ്ച് അതിൻ്റെ മുകളിലൊരു സ്പേസ് കൊടുക്കണം. ഇപ്പോൾ ഞാൻ വരയ്ക്കുന്നതിൻ്റെ മുകളിൽ ഫ്രീ ആയിട്ടിട്ടിരിക്കുന്ന സ്പേസ് എന്ന് പറയുമ്പോൾ 1 ഇഞ്ചായിരിക്കും. അതിങ്ങനെ ജസ്റ്റ് മാർക്ക് ചെയ്തിരിക്കുക. അതിൻ്റെ കർവ് മാർക്ക് ചെയ്തെടുത്ത് അത് ആ ഭാഗം ഇങ്ങനെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ 2 എണ്ണം വേണം.
ഇങ്ങനെ നല്ല വീതിയിൽ ഞാൻ കറക്റ്റ് 44 ഇഞ്ച് എടുത്തിട്ടുണ്ട് അതിൻ്റെ, അതായത് 22 ഇഞ്ച് എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതായത് അതിൻ്റെ ഹാഫ് വരുമ്പോൾ അതിൻ്റെ ഹാഫാണ് 22 ഇഞ്ച്, അത് ഫുള്ളും എടുത്തിട്ടുണ്ട്. ദെൻ നിങ്ങൾക്ക് അത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ അത്രയും വേണ്ട. ദെൻ അതിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ നമ്മൾ 2 സൈഡിലും മടക്കി അടിച്ചിട്ടുണ്ട് കേട്ടോ. മടക്കി അടിച്ചത് ഒരു അലാസ്റ്റിക് ഇടാൻ പറ്റുന്ന രീതിയിൽ വേണം കേട്ടോ മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഭാഗത്തും. സോ നമ്മൾ ആദ്യം മുകൾ ഭാഗത്ത് ആ കർവുള്ള ഭാഗത്ത് അലാസ്റ്റിക് ഇടുകയാണ്. അതെന്ന് പറയുന്നത് നിങ്ങളുടെ ഷോൾഡർ ലെങ്ത്ത് എത്രയാണെന്ന് നോക്കുക. അതായത് എനിക്ക് 8 ഇഞ്ചാണ് ഒരു നെക്ക് ടു ആ നെക്കിൻ്റെ അവിടം വരെ ഉള്ളത്. അത് ഞാൻ 8 ഇഞ്ച് തന്നെ ആക്കി എടുത്തിട്ടുണ്ട്. 8.5 ഇഞ്ചാണ് ഞാൻ അലാസ്റ്റിക് എടുത്ത് അത് ഇട്ടിട്ടുണ്ട്. സോ നമ്മൾ ഇങ്ങനെ ഉണ്ടാവും ആ കൈ ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ. എന്നിട്ട് ഈ കൈ ജോയിൻറ്റ് ചെയ്യിപ്പിക്കുകയാണ് വേണ്ടത്. കൈൻ്റെ ഈ കർവിലൊക്കെ നമ്മൾ കട്ട് ചെയ്തില്ലേ തുണി വെച്ചിട്ട്, സോ ആ കർവ് ഭാഗം തന്നെ ഇതിൽ ജോയിനാണ് വേണ്ടത്. സോ 2 ഭാഗത്തും ഫ്രണ്ട് പീസിലും ബാക്ക് പീസിലും ഈ കൈ അങ്ങനെ ജോയിൻ ചെയ്യിപ്പിക്കുക. അതുപോലെ തന്നെ മറ്റേ ഭാഗത്തുള്ള കൈയും സെയിം മാനറിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സോ ഇങ്ങനെയായിരിക്കും കേട്ടോ ഉണ്ടാവുക. ഇനി നമ്മൾക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ കൈയുടെ ഒരു ഭാഗത്ത് മാത്രം നമ്മൾ എലാസ്റ്റിക് വെച്ചിട്ടുള്ളൂ. സോ നമ്മൾക്കിനി അടുത്ത ഭാഗത്തുകൂടി എലാസ്റ്റിക് വെക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് മറ്റേ ഭാഗത്തുകൂടെ നിങ്ങളുടെ കൈയുടെ താഴ്ഭാഗത്തുള്ള വണ്ണം എത്രയാണ് ടേപ്പ് ഉപയോഗിച്ച് മെഷർ ചെയ്യുക. ദെൻ അവിടെ അതിനേക്കാളും ഒരു 1/2 ഇഞ്ച് കൂട്ടിയിട്ട്, അതായത് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ് ഈ ഇതിലേക്ക് നമ്മൾ ഇവിടുത്തെ നീളം എന്ന് പറയുമ്പോൾ 44 ഇഞ്ചായിരിക്കും കേട്ടോ. സോ നമ്മൾ താഴ്ഭാഗത്തെ, കാരണം അവിടെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് കൂടിയില്ല. സോ അതിങ്ങനെ എലാസ്റ്റിക് ഇട്ടതിന് ശേഷം കണ്ടോ 2 ഭാഗത്തും നമ്മൾ എലാസ്റ്റിക് ഇട്ടിട്ടുണ്ട്. കൈയുടെ സ്റ്റിച്ചിങ് മനസ്സിലാവാത്തവർ ഒന്നുകൂടെ വീഡിയോ ആ ഭാഗം തൊട്ടൊന്ന് റീൽ കണ്ടാൽ മതി, ഉറപ്പായിട്ടും മനസ്സിലാവും. ഇനി മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനത് ഒരു പേപ്പർ കട്ടിങ്ങിലൂടെ തരാവുന്നതാണ്. നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മാത്രം മതി. ദെൻ അത് 2 ഭാഗവും നമ്മൾ വണ്ണം കൂട്ടിയിട്ടുണ്ട്. അതായത് വണ്ണം കൂട്ടിയെന്ന് വെച്ചാൽ അങ്ങോട്ടും കറക്റ്റ് 2 സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ മെഷറിങ്സിനനുസരിച്ചിട്ട്. ഇനിയാണ് നമ്മൾ താഴേക്കുള്ള പോർഷൻസ് യൂസ് ചെയ്യുന്നത്. ഞാനൊരു ലെയറായിട്ടുള്ള ഫ്രോക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒരു 13 ഇഞ്ച് ലെങ്ത്തിൽ നമ്മളൊരു 60 ഇഞ്ച്, ഞാൻ താഴത്തെ വണ്ണം ഏകദേശം ഒരു 30 ഇഞ്ച് എന്നുള്ള രീതിയിൽ 60 ഇഞ്ച് വീതിയിൽ വേണം. 13 ഇഞ്ച് നീളത്തിൽ 60 ഇഞ്ച് വീതിയിൽ നമ്മളൊരു കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ദെൻ അതിങ്ങനെ ഞൊറിഞ്ഞ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് താഴെ നമ്മൾ വീണ്ടും ഒരു ലെയർ വെക്കും. അപ്പോൾ അതിൻ്റെ വീതി എന്ന് പറയുന്നത് 120 ഇഞ്ചസ് ആയിരിക്കും, 120 ഇഞ്ച്. ആദ്യം നമ്മൾ ഫസ്റ്റ് എടുത്തത് 60 ഇഞ്ചിൻ്റെ 13 ഇഞ്ച് വീതിയിലുള്ള ഒരു പീസായിരുന്നു. ദെൻ അത് നമ്മൾ ഞൊറിഞ്ഞടിച്ചതിന് ശേഷം പിന്നെ ഞാൻ എടുക്കുന്നത് 9 ഇഞ്ച് വീതിയിൽ 9 നീളത്തിൽ 120 ഇഞ്ച് വീതിയുള്ള ഒരു പോർഷനാണ് കേട്ടോ. ദെൻ അതും ഇതിലേക്ക് മടക്കി ഇങ്ങനെ ഞൊറിഞ്ഞ് സ്റ്റിച്ച് ചെയ്യുക. ദെൻ അതിന് താഴെ വീണ്ടും 240, അതായത് 120ൻ്റെ എക്സ്ട്രാ ആയിട്ട് 240 വീതിയിൽ ഒരു 9 ഇഞ്ച് തന്നെ നീളത്തിലുള്ള വേറൊരു പീസ് കൂടെ നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ചേർക്കുന്നുണ്ട്. സോ മൊത്തത്തിൽ അപ്പോൾ നമ്മൾ 3 ലെയറാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. ഫസ്റ്റത്തെ ലെയറിന് മാത്രം നമ്മൾ കുറച്ച് നീളം കൂട്ടി വെച്ചു എന്നേ ഉള്ളൂ. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ പറയാം ഞാൻ. അപ്പോൾ ആദ്യം ഒരു 13 ഇഞ്ച് വീതിയിലുള്ളത്, 13 ഇഞ്ച് നീളമുള്ള 60 ഇഞ്ചിൻ്റെ ഒരു പീസ്. ദെൻ 2 9 ഇഞ്ചിൻ്റെ ഫസ്റ്റത് 120 ഇഞ്ച് 60 ഇഞ്ചിൽ ഞൊറിഞ്ഞടിക്കാൻ വേണ്ടി. ദെൻ അതിന് ശേഷമുള്ളത് 240ൻ്റെ മറ്റേതിൽ ആ 120 ഇഞ്ചിൻ്റെയിൽ ഞൊറിഞ്ഞടിക്കാൻ കണ്ടോ. അത് ഫസ്റ്റത്തെ ലെയർ, സെക്കൻഡത്തെ ലെയർ, അതാ 3rd ലെയർ. സോ മൊത്തത്തിൽ നമ്മളിങ്ങനെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഞൊറിവുകളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കണ്ടോ, ഇത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് ഞാൻ കറക്റ്റ് മടക്കി വെച്ചതാണ് കേട്ടോ 2 പോർഷനും കൂടെ. ഇനി ഇതിലേക്ക് നമ്മൾ ചെയ്യേണ്ടത് ലൈനിങ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനിടയിൽ സ്റ്റിഫ് നെറ്റൊക്കെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ സ്റ്റിഫ് നെറ്റ് എൻ്റെ കയ്യിലുള്ളത് തീർന്നതുകൊണ്ടാണ് സാധാ ഇപ്പോൾ ലൈനിങ് മാത്രം ആഡ് ചെയ്യുന്നത്. ഞാൻ എന്തായാലും സ്റ്റിഫ് നെറ്റ് കൂടെ ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇതിനിടയിൽ. ഞാൻ ലൈനിങ്ങും ചെറിയ ഞൊറിവുകളാക്കിയിട്ട്, ഈ ഫ്രോക്കിന് അത്ര ഞൊറിവുകളില്ലെങ്കിലും ചെറിയ ചെറിയ ഞൊറിവുകളാക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾക്ക് രണ്ടും കണക്ട് ചെയ്യുന്ന പോർഷനാണ്, അതായത് നമ്മുടെ യോക്ക് പാർട്ടും അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്ന നമ്മുടെ താഴ്ഭാഗത്തെ സ്കേർട്ടിൻ്റെ പാർട്ടും. സോ ഇത് നമ്മൾ ജോയിൻറ്റിൽ തന്നെ നല്ല ഭാഗവും വെച്ച് തടിച്ച് അങ്ങനെ റൗണ്ടാക്കിയിട്ടാട്ടോ നമ്മൾ കണക്ട് ചെയ്തെടുക്കുന്നത്. സോ ഇത് കണക്ട് ചെയ്തിട്ടുള്ള ലുക്കാണ് ഈ കാണുന്നത്. പിന്നെ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫ്രോക്കിൻ്റെ കൈക്ക് കുറേ
ക്ലോത്ത് ഞാൻ യൂസ് ചെയ്ത് ഭയങ്കരമായിട്ട് ഞൊറിവായതുപോലെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അത്രയും വേണമെന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ തുണി പകുതിയാക്കി മടക്കിയിട്ട് 22 ഇഞ്ച്, ആ 22 ഇഞ്ചിന് പകരം നിങ്ങൾക്ക് അതിനേക്കാളും കുറച്ചെടുത്താൽ മതി. ഇപ്പോൾ ഒരു 15 ഇഞ്ചോ അങ്ങനെ കുറച്ചെടുത്താലും മതി. സോ അപ്പോൾ ഇങ്ങനെയുണ്ട് ഇത്രയും ഭാഗം കാണാൻ. ഇത്രയും ഞാൻ സ്റ്റിച്ച് ചെയ്തത് എല്ലാവരും അഭിപ്രായം പറയാം. പിന്നെ ഞാനൊരു കാലിന് ഫ്രോക്കിനൊരു വള്ളി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ആ കാര്യം തന്നെ മറക്കും. സോ ഇനി ഞാനിത് ഈ വീഡിയോ എടുത്തതിന് ശേഷമാണ് കേട്ടോ വള്ളി വെച്ചത്. അതാണ് നിങ്ങൾക്ക് വീഡിയോയിൽ ഇത് കാണാൻ പറ്റാത്തത്. സോ എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഒരു അപാകതയൊക്കെ ഉണ്ടെങ്കിൽ എനിക്കറിയാം എന്തായാലും ഉണ്ടാവും, ഞാനല്ലേ സ്റ്റിച്ച് ചെയ്തത്. സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതാണ് ഞാൻ പറയാൻ മറന്ന കാര്യം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. വീഡിയോ കാണുന്നതിൽ 90% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്. അപ്പോൾ ബൈ ഗായ്സ്.